മൊജ്തബ ഖമേനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അദ്ദേഹം സുരക്ഷിതൻ. ഇസ്രയേലും അമേരിക്കയും നടത്തുന്ന യുദ്ധത്തിനിടെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി നിയമിതനായ മൊജ്തബ ഖമേനിക്ക് പരിക്കേറ്റെന്ന വാർത്തകൾ തള്ളി ഇറാൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണെന്നാണ് ഇറാനിയൻ പ്രസിഡന്റിന്റെ മകനും സർക്കാർ ഉപദേശകനുമായ യൂസഫ് പെസിഷ്കിയാൻ വ്യക്തമാക്കിയത്. തന്റെ ഔദ്യോഗിക ടെലഗ്രാം ചാനലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. നേരത്തെ ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ മൊജ്തബയെ റമദാൻ യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നുവെങ്കിലും പരിക്കിന്റെ സ്വഭാവത്തെക്കുറിച്ചോ വ്യാപ്തിയെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങളൊന്നും നൽകിയിരുന്നില്ല. ഇറാന്റെ കരുത്തുറ്റ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറിന്റെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്നാണ് മൊജ്തബ ഖമേനി പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതെന്നാണ് ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. തങ്ങളുടെ കടുത്ത നിലപാടുകളെ പിന്തുണയ്ക്കുന്ന ഒരാൾ അധികാരത്തിലെത്തുന്നത് ഗുണകരമാകുമെന്ന് IRGC കണക്കുകൂട്ടിയിരുന്നു. മൊജ്തബയുടെ നിയമനത്തിനെതിരെ മുതിർന്ന രാഷ്ട്രീയ മത നേതാക്കളിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും IRGC ഇത് അവഗണിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. യുദ്ധം ആരംഭിച്ചതു മുതൽ ഇറാന്റെ അധികാര കേന്ദ്രങ്ങളിൽ IRGC വലിയ തോതിൽ ആധിപത്യം സ്ഥാപിച്ചു വരികയാണ്. മൊജ്തബ ഖമേനിയുടെ സ്ഥാനാരോഹണത്തിലൂടെ ഇറാൻ വിദേശ രാജ്യങ്ങളോട് കൂടുതൽ ആക്രമണാത്മകമായ നിലപാട് സ്വീകരിക്കുന്നതിനും രാജ്യത്തിനുള്ളിൽ കൂടുതൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനും കാരണമായേക്കാമെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. മതപരമായ ഭരണമെന്ന പരിവേഷം നിലനിർത്തി കൊണ്ടുതന്നെ ഇറാൻ ഒരു സൈനിക രാഷ്ട്രമെന്ന രൂപത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ടെന്നാണ് നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് ഭരണകൂടത്തിൽ സൈന്യത്തിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് ജനപിന്തുണ കുറയ്ക്കുന്നതിനും രാജ്യത്തിന്റെ ഭാവി നിലപാടുകളെ പ്രതികൂലമായി ബാധിക്കുന്നതിനും ഇടയായേക്കാം. അതേസമയം ഗൾഫ് മേഖലകളിലേക്ക് തിരിച്ചടി വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇറാൻ. കുവൈറ്റ്, UAE, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കനത്ത ആക്രമണമാണ് ഇറാൻ നടത്തുന്നത്. ഇറാന്റെ ആക്രമണ ശ്രമങ്ങളെ ഫലപ്രദമായി ചെറുക്കുന്നുണ്ടെന്നാണ് UAE അറിയിക്കുന്നത്. അതിനിടെ ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമങ്ങൾ ചെറുക്കുന്നതിനിടെ അവശിഷ്ടങ്ങൾ നിലത്ത് വീണ് ഇന്ത്യക്കാരടക്കം 4 പ്രവാസികൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും UAE അറിയിച്ചു. അതിനിടെ 11 ദിവസം മുമ്പ് യുദ്ധം ആരംഭിച്ചതിനു ശേഷം US ഇസ്രായേൽ സൈന്യം രാജ്യത്ത് 10,000-ഓളം സിവിലിയൻ കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്തിയതായും 1,300-ലധികം സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായും ഇറാൻ ആരോപിക്കുന്നു. മേഖലയിൽ ഇതുവരെയും യുദ്ധ സാഹചര്യങ്ങൾ ഒഴിവായിട്ടില്ല. ഇറാൻ ആവട്ടെ ഗൾഫ് രാജ്യങ്ങളിലെ US കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിടുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കടത്ത് തടയാൻ ശ്രമിച്ചാൽ മുമ്പത്തേക്കാൾ 20 മടങ്ങ് ശക്തമായ ആക്രമണം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് നേരത്തെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനെ പൂർണ്ണമായും തകർക്കുമെന്നും പിന്നീട് ഒരിക്കലും കെട്ടിപ്പടുക്കാൻ കഴിയാത്ത വിധം നാശമുണ്ടാക്കുമെന്നുമായിരുന്നു ട്രംപിന്റെ ഭീഷണി. 2 ആഴ്ചയായി തുടരുന്ന ഈ സംഘർഷം ആഗോള എണ്ണ വിപണിയെയും ബാധിച്ചിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ തുർക്കി പ്രസിഡന്റ് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. അതിനിടെ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ അബുദാബിയിൽ വൻ തീപിടുത്തമാണ് ഉണ്ടായത്. റുവൈസ് വ്യവസായ മേഖലയിലാണ് തീപിടുത്തമുണ്ടായത്. ആക്രമണത്തിൽ ആൾനാശം ഉണ്ടായിട്ടില്ല എന്നാണ് ആശ്വാസകരം. അഗ്നിശമന സേന തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.